ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ പ്രാവശ്യവും മിഡ് ക്യാപ്പും നിഫ്റ്റിയും രണ്ടും ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യണമെന്നും ഓർപ്പിക്കുന്നു. നിങ്ങൾ നന്നായി പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മിഡ് ക്യാപ്പും നിഫ്റ്റിയും കൂടെ ചെയ്യുന്നതുകൊണ്ട് സമയം ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോകും. നിങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. കാരണം ഈ മിഡ് ക്യാപ്പ് സ്കിപ്പ് ചെയ്ത് നിഫ്റ്റി കണ്ടാലും നിഫ്റ്റി സ്കിപ്പ് ചെയ്ത് മിഡ് ക്യാപ്പ് കണ്ടു കഴിഞ്ഞാലും ഈ രണ്ടിടത്തും പല ഉപകാരപ്രദമായ കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മെനക്കെട്ടില്ല, ഒരു 20-25 മിനിറ്റ് അല്ലേ ഉള്ളൂ. നിങ്ങൾ ക്ഷമ കൊടുത്ത് കാണാൻ ശ്രമിക്കുക. ചിലപ്പം ഏതെങ്കിലും ഒരു ത്രെഡായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു വഴിത്തിരിവായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ഈ രണ്ടിടത്തും പറയുന്ന കാര്യങ്ങളിലെ ചാർട്ടിലെ കാര്യങ്ങളും പ്രൈസ് ആക്ഷനും എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഇൻഡെക്സുകൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം, അതിൻ്റെ ലെവലുകളുള്ള വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമോടൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ കൂടി കഴിഞ്ഞാൽ 8 മിനിറ്റ് 10 മിനിറ്റ് 20 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ 8 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ ആവറേജ് വ്യൂ കാണത്തില്ല. കാരണം ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം ഞാൻ പറയുന്ന ലാഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, 1.5 സ്പീഡിലിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ് അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച മിഡ് ക്യാപ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ലെവലുകൾ ഇല്ലേ. നമ്മൾ പറഞ്ഞത് 12,100 ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 12,100 കറക്റ്റ് 12,100 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 12,098 നമ്മുടെ ഈ ലെവല്. ഓക്കെ, 12,098 നമ്മുടെ സപ്പോർട്ട് ലൈന്. അതേ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് താഴോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് സപ്പോർട്ടിലാണ് വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമുള്ള നമുക്ക് ട്രേഡിങ് 1, 2, 3, 4. ഓക്കെ, അപ്പം ഏകദേശം ഒരു 400 പോയിൻ്റ് മാർക്കറ്റ് വീണു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ കണ്ടറിയണം കോശി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് അടുത്ത നീക്കം എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും ഒരു ഐഡിയയും ഇല്ല. പക്ഷേങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ FIS വിൽക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നു. പക്ഷേങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ സെല്ലിങ്ങിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 400-500 കോടിക്കടുത്തെങ്ങാണ്ട് മാത്രമേ അവർ FIS വിറ്റിട്ടുള്ളൂ. 2000 സംതിങ്ങിന് DIs വാങ്ങിച്ചു. അപ്പം നെറ്റ് ബൈ ആണ്, ആക്ച്വലി മാർക്കറ്റ് നെറ്റ് ബൈ ആണ്. എന്നിട്ടും മാർക്കറ്റ് താഴോട്ട് പോകുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ കാരണമൊന്നുമില്ല, റീറ്റെയിലേഴ്സ് വിറ്റ് മുടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പാനിക് സെല്ലിങ്. ഇപ്പം ഇന്നലെയാണ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചതാണ്. അപ്പം പുള്ളി ഇങ്ങനെ ഭീകരമായിട്ട് ഇങ്ങനെ താഴോട്ട് പോകുന്നതാണ്. പുള്ളിയുടെ പോർട്ട്ഫോളിയോയിൽ ഇങ്ങനെ നഷ്ടങ്ങൾ ഇങ്ങനെ കൂടി ഡെയിലി നല്ലൊരു പോർട്ട്ഫോളിയോ പുള്ളിയുടെ. അപ്പം ഡെയിലി 50,000-60,000 വെച്ച് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചു, സുനിൽ ഞാനെന്നാൽ ഇതെല്ലാം വിറ്റേക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത്. കാരണം ഇവിടെയാണ് നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സിനെല്ലാം നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിനെല്ലാം പറ്റുന്ന വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. നമ്മൾ ഈ കാണുന്ന ഈ റെഡ് കാണുമ്പം എടുത്തിട്ട് വിൽക്കും. അതിനുശേഷം 1 മാസം അല്ല 15 ദിവസം കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കയറിപ്പോവും. അന്നേരം താടിക്ക് കൈ കൂടെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാനിക് സെല്ലിങ്ങിൽ നിങ്ങൾ കുറേശ്ശെ നല്ല ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വാങ്ങിച്ചിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കാരണം പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം കൊച്ചിനെ പഠിപ്പിക്കാനുള്ള പൈസയും കൊച്ചിനെ കെട്ടിക്കാനുള്ള പൈസയും വീട് പണിക്കുള്ള പൈസയും ഒന്നും കൊണ്ട് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം, അതായത് നിങ്ങൾക്ക് ഒരു ഗോൾഡിന് വേണ്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട പൈസ അല്ലെങ്കിൽ ബാങ്ക് കിടക്കുന്ന പൈസ, അത് മാത്രമേ നിങ്ങൾ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ വീട് പണിയാനോ കൊച്ചിനെ കെട്ടിക്കാനോ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള പൈസയൊന്നും എടുത്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ റെഡ് കണ്ടാൽ അതിന് നോഷണൽ ലോസ് എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. നോഷണൽ ലോസ്, അതായത് ഒരു സാങ്കല്പിക നഷ്ടം. നമ്മൾ ആ സ്റ്റോക്കുകൾ വിൽക്കുമ്പോൾ മാത്രമേ നമുക്കൊരു നഷ്ടം വരുന്നുള്ളൂ, ഇല്ലേ. നമ്മുടെ പോർട്ട്ഫോളിയോ അത് വിറ്റ് അതിൻ്റെ പൈസ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമ്പോഴാണ് നമുക്ക് റിയലായിട്ട് നഷ്ടം സംഭവിക്കുന്നത്. അതുവരെയും നമുക്ക് റിയൽ നഷ്ടം ഇല്ല. ഓക്കെ, അത് നോഷണൽ ലോസ് ആണ്. അതായത് താൽക്കാലിക ഒരു ട്രേഡിംഗ് നഷ്ടം മാത്രമാണ്. അത് നാളെ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചു കയറും.
ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ പാനിക്കാകാതിരിക്കുക. ഓക്കെ, കയ്യിലുള്ള ഇപ്പം നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പം നാളെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്, അത് അടുത്ത ദിവസങ്ങളിൽ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിന് നമുക്ക് പറയാനുള്ളത് 2 ദിവസം US മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ആയിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ മാർക്കറ്റും US മാർക്കറ്റുമായിട്ട് ഇപ്പോൾ ഡീകപ്പിൾഡ് ആണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. അപ്പം ഇനിയും അടുത്ത ദിവസങ്ങളിൽ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ റീറ്റെയിലേഴ്സാണ് വിറ്റും പിടിക്കുന്നത്. റീറ്റെയിലേഴ്സ് പാനിക് സെല്ലിംഗ് നടത്തുന്നവരാണ് മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് പോകുന്നത്. കാരണം പഴയ റീറ്റെയിലേഴ്സ് അല്ല ഇപ്പോഴത്തെ റീറ്റെയിലേഴ്സ്. ഓക്കെ, പഴയ റീറ്റെയിലേഴ്സ് വളരെ തുലം ചുരുക്കമായിരുന്നു. പക്ഷേ ഇപ്പം ക്രമാതീതമായിട്ട് നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിൽ വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സെല്ലിങ് നമുക്ക് താഴോട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ FIS മാത്രമല്ല കാരണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കില്ല FIS വിറ്റ് മുടിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ താഴെ പോകുന്നത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ 12,100 എന്നുള്ള സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമോ താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് ചിന്തിക്കാൻ. അപ്പം ഇതിനകത്ത് മാർക്കറ്റ് തലേ ദിവസം വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് 12,027 ഓക്കെ, ഈ 12,027 താഴെ, ഈ 12,027 താഴെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ഞാൻ വീക്കിലി ബേസിലാണ് പറയുന്നത്, വീക്കിലി ബേസിലാണ് ഞാൻ പറയുന്നത്. അപ്പം 12,027 താഴെ ഒരു ഡേ ക്യാൻഡിൽ നിങ്ങൾക്ക് ക്ലോസിങ് കിട്ടിയാൽ, ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് വരും. ഫസ്റ്റ് അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ടാർഗറ്റ് 11,930, അതും പൊട്ടിക്കഴിഞ്ഞാൽ 11,760. ഓക്കെ, അതിനുശേഷം താഴോട്ടുള്ള കാര്യം ചിന്തനീയമാണ്. അത് നമുക്ക് പിന്നെ വരും ദിവസങ്ങളിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ഡെയിലി ഈ മാർക്കറ്റ് അനാലിസിസ് ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ 2 വരെ വരയ്ക്കുന്നുള്ളൂ. 11,760 ഇതായിരിക്കും നമ്മളുടെ ഒരു ഫൈനൽ സപ്പോർട്ടെന്ന് ഞാൻ കണക്കാക്കുന്നത്. അതിന് താഴോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു 11,500 നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് വരയ്ക്കാം. 11,500 നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമുക്കിവിടെ 11,500. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടെന്നായിട്ട് നമുക്ക് കണക്ക് കൂട്ടാനുള്ളത് 11,500. ഓക്കെ, അപ്പം 11,504 കിടക്കുന്നത് 11,500 കണക്കാക്കിയാൽ മതി. ഓക്കെ, അല്ല ഇച്ചിരി കറക്റ്റ് ചെയ്തേക്കാവുന്ന സമയങ്ങളങ്ങ് പോവാണ്, അതാണ് പ്രശ്നം. ഓക്കെ, 11,500 അത് ഞാൻ ഇച്ചിരി ഒന്ന് വലുതാക്കിയേക്കാം. ഓക്കെ, ഇത് ആയിരിക്കും സൈക്കോളജിക്കൽ സപ്പോർട്ട്. പക്ഷേ ഞാൻ 11,760 താഴെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതാണ് നമുക്ക് വീക്കിലി അടുത്ത ഒരാഴ്ചത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. അടുത്ത ആഴ്ച ഒരു ദിവസം അവധിയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്ത ആഴ്ച ഒരു 4 ദിവസമുള്ള ട്രേഡിംഗ് ഡേ. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ നമ്മുടെ വെയിറ്റേജ് സ്റ്റോക്കും കൂടെ നമുക്ക് നോക്കാം. വെയിറ്റേജ് സ്റ്റോക്ക് സമയം പോകുന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പം പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ സമയത്തെ നോക്കുന്നില്ല. ഓക്കെ, താല്പര്യമുള്ളവർ കാണുക, അല്ല ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഞാൻ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിനകത്തിൽ ഇൻഡ് ഹോട്ടലാണ് നമ്മുടെ പ്രധാനപ്പെട്ട വെയിറ്റേജ് സ്റ്റോക്ക് അല്ലേ. ഇൻഡ് ഹോട്ടൽ വളരെ ഗംഭീരമായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല പ്രാവശ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് ആ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടുന്ന് എന്ത് സംഭവിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. ഇൻഡി ഹോട്ടൽ സ്ട്രോങ് ആണ്. അടുത്ത പെർസിസ്റ്റൻസ് സിസ്റ്റമാണ്. പെർസിസ്റ്റൻസ് സിസ്റ്റം ഈ പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ ട്രെൻഡ് ലൈനെ ആ ഏരിയയിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. താഴോട്ട് വരുന്നു മേലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു മേലോട്ട് പോകുന്നു, കൺസോളിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു ഫർദർ ഒരു അപ്സൈഡ് ഉണ്ടാകുമോ ഇല്ലയെന്നുള്ളത് നമ്മൾ പെർസിസ്റ്റൻസ് സിസ്റ്റത്തെ വാച്ച് ചെയ്യണം. അടുത്ത കോഫോർജ് ആണ്. ഇത് രണ്ടും US മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കാണ്, പെർസിസ്റ്റൻസ് സിസ്റ്റവും കോഫോർജ്. കാരണം അത് IT ബന്ധപ്പെട്ട സ്റ്റോക്കാണ്. അതുപോലെ തന്നെ വെരി സ്ട്രോങ് ആണ് കോഫോർജ്. ഇത്രയൊക്കെ ഇടിവ് വന്നിട്ടും കോഫോർജ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. ഇവിടുത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വരച്ച് നോക്കട്ടെ. കറക്റ്റ്, ചുമ്മാ നോക്കിയപ്പോൾ കണ്ടാണ്. ഇതിങ്ങനെയാണ് നമ്മൾ ഓരോ കാണുക. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കാര്യം മനസ്സിലാവും. ഇതാ നോക്കിക്കേ, കണ്ടോ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അടുത്തത് കുമിൻസ് ഇന്ത്യയാണ്. വളരെ ഭീകരമായിട്ട് വീണോണ്ടിരിക്കുകയാണ്. അപ്പം ഒരു മേജർ സപ്പോർട്ടും പൊട്ടിച്ച് നിൽക്കുകയാണ്. അപ്പം അടുത്ത സപ്പോർട്ടെന്ന് പറയുന്നത് ഇപ്പോൾ 3151 ഇവിടെ വരെ എത്തുമോ ഇല്ലയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുമോ നോക്കുക. കണ്ടോ, ഇതൊക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ താഴെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് മേലോട്ട് പോയി.
വീണ്ടും തിരിച്ച് താഴോട്ട്. പക്ഷേ ഈ കുമിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് അമേരിക്കയിൽ വേരുകളുണ്ട്, ഇവർക്ക് അമേരിക്കയിലും ബിസിനസ്സുകളുണ്ട്. അപ്പം ട്രംപിൻ്റെ പുതിയ നയപ്രഖ്യാപന പ്രകാരം ഇൻഡസ്ട്രികൾക്ക് വളരെയധികം പിന്നെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സർക്കാരാണ് ട്രംപിൻ്റെ സർക്കാരെന്ന് ഞാനിവിടെ ഒരു ആർട്ടിക്കിളിനകത്ത് വായിച്ചായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുമിൻസ് ഇന്ത്യക്കൊക്കെ നല്ലപോലെ അമേരിക്കയിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാനൊരു ആർട്ടിക്കിളിൽ എവിടെയോ വായിച്ചു. ഞാൻ കേട്ട അറിവ് നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇടിവിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുമിൻസ് ഇന്ത്യയൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത പിന്നെ ലൂപ്പിനും പോട്ടെ HDFC AMC ആണ് പ്രധാനപ്പെട്ട സംഭവം. HDFC AMC ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, കറക്റ്റ് ട്രെൻഡ് ലൈന് വന്ന് നിൽക്കുകയാണ്. ഇതാണ് ഒരു മേജർ ട്രെൻഡ് ലൈൻ. അതിൻ്റെ താഴെ വീണ്ടും ഫോം ആയിരിക്കുന്ന ട്രെൻഡ് ലൈനാണിത്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി തിരിച്ച് റിവേഴ്സ് ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇത് നല്ലൊരു സ്റ്റോക്കാണ് HDFC AMC. ഇത് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. കറക്റ്റ് ട്രെൻഡ് ലൈനിലാണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. AU ഫിനാൻസ് ബാങ്ക് വളരെയധികം താഴെ പോയിട്ടൊരു കട്ട സപ്പോർട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കേ, ആന പോലെ വളഞ്ഞ് നോക്കിക്കേ, കറക്റ്റ് ഒരു സപ്പോർട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് AU ഫിനാൻസ് ബാങ്ക് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാം. ഇവിടുന്ന് പൊട്ടുവോ മേലോട്ട് പോവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പല പ്രാവശ്യം ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മേളിൽ പോകുന്നു, താഴെ വരുന്നു, മേളിൽ പോകുന്നു, താഴെ വരുന്നു. അപ്പോൾ ഇതൊരു കട്ട സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് താഴോട്ട് പോവില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വാങ്ങിക്കാം. താഴെ പോകണമെങ്കിൽ തിരിച്ച് വിറ്റേക്കണം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. ഇപ്പോൾ 556 ഇവിടം വരെ പോയി, ഏകദേശം 812 വരെ പോയ സ്റ്റോക്കാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ ഇനി തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് വരാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വരച്ച വരയുടെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 12,100 മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ്. അപ്പം ഇനി എന്താ അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ തിങ്കളാഴ്ച നമുക്ക് ഇത് ഒരു സപ്പോർട്ടായിട്ട് കണക്കാക്കാം. ഈ 12,157 12,150 ഇത്ര മതി. ഇത് ഗ്രീന് 2 പോയിന്റ്. ഓക്കെ, മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. നോക്കിയിട്ട് ഇത് നമ്മൾ ഡെയിലി വൈസിൽ വരച്ച ക്യാൻഡിൽ ഈ ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് കാണുന്നത് കേട്ടോ. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഇതിനകത്തിൽ ഇതായിരിക്കും ഇത്ര. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഡെയിലി ഇൻട്രാഡേ നോക്കുമ്പോൾ നിങ്ങൾ ഈ ലൈൻ നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ ലൈൻ മുകളിൽ ഇപ്പോൾ 12,100 അല്ലേ, 12,100 ഇത് നിങ്ങൾ ഇത്രയും ഒരു ശകലം ഇത് കൊടുക്കണം, ഒരു ടോളറൻസ് കൊടുക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ 12,150-നും 12,74-നും ഇടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് മാർക്കറ്റ് തിരിയുന്നു നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഒരു കട്ട സപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു സപ്പോർട്ടായിരിക്കും. ഈ രണ്ട് സപ്പോർട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് പോകുന്ന പൊട്ടി താഴെ വീഴുന്നത് നമ്മൾ നോക്കാൻ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയാനുള്ളത് ഇതായിരിക്കും. $12,195. ഓക്കെ, 12,195 അടുത്ത സപ്പോർട്ട്, അടുത്ത റെഫറൻസ്. പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 മിനിറ്റാണെന്ന് ചെറുതാക്കി നോക്കിക്കോട്ടെ. $12,310 വരാനുള്ള സാധ്യത, 12,310 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 12,310. ഓക്കെ,
12,310. പിന്നെ ഇനി അതിന് മുകളിലോട്ട് പോവോ? പിന്നെ മുകളിലോട്ട് പോവുമെങ്കിൽ ഇതാണ് ഇതുകൂടെ നമുക്ക് വരയ്ക്കാം. ഈ സംഭവം ഇത് ഒരു ഫൈനൽ വരെയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇത് ഓക്കെ, ഇവിടം വരെ വരാനുള്ള സാധ്യതയുള്ളൂ വരുവാണെങ്കിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മുകളിലോട്ടുള്ള ചിന്തകൾ. ഇതിനകത്ത് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇതിനകത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഈ റെഡ് ലൈനോടെ കിടക്കുന്നുണ്ട് കൺഫ്യൂഷൻ. ഞാൻ അതിൻ്റെ ലൈൻ ഒന്ന് മാറ്റിയേക്കാമേ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് ഇത് രണ്ട് ബ്ലൂ ലൈൻ ആക്കിയേക്കാം. ഓക്കെ, ഇത് റെഡ് ലൈൻ ആക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ബ്ലൂ ലൈനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരോ വരച്ചില്ല നമ്മളില്ലേ. ഓക്കെ, ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഇത്രയുമാണ് നമുക്കുള്ളത്. ഇത് ഇനിയിപ്പം ഓക്കെ, ഈ 3 ലൈനാണ് നമുക്ക് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട്. ഓക്കെ, അതിനുശേഷം താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട്, അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട്. ഇത് പൊട്ടിയാൽ 11,931 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഭീകര പൊട്ടൽ തന്നെ കാണേണ്ടി വരും. അത് നേരെ താഴോട്ട്. ഓക്കെ, 11,930, 12,027, പിന്നെ 11,760. ഓക്കെ, ഇതിന് താഴെ ഇതിനിടയ്ക്ക് വേണമെങ്കിൽ ചെറുത് ഒരെണ്ണം 12,800 നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് വരയ്ക്കാൻ വേണമെങ്കിൽ 12,800 12,800 അല്ല 12,850 ആയിരിക്കും. 12,850. ഇതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു ലൈൻ കളറൊന്ന് മാറ്റിയിട്ടേക്കാം. ഓക്കെ, അതങ്ങനെ തൊട്ട് മേ ബി ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡെയിലി ബേസിസിൽ നമ്മൾ ഇൻട്രാഡേ നമുക്ക് പറയാനുള്ളത്. ഈ ചാർട്ടിതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിനകത്തിൽ വരച്ചിടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. നിഫ്റ്റിയിൽ നിങ്ങൾ എന്നെ നേരത്തെ പരിചയം ഉള്ള ആൾക്കാർ നമ്മുടെ പാലാഴിയുടെ ഗ്രൂപ്പിലൊക്കെ നമ്മളുണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ ഒരു സംഭവം പറഞ്ഞിരുന്നു. നിങ്ങൾ ഏകദേശം എനിക്കൊന്ന് മെയ് മാസത്തിലാണ് തോന്നുന്നു. മെയ് മാസത്തിൽ ഞാൻ അന്ന് ഗ്രൂപ്പിനകത്തിൽ നമ്മൾ 10,500 പേരുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരു ഡിസംബർ ഓപ്ഷൻ, നിഫ്റ്റിയുടെ ഒരു ഡിസംബർ ഓപ്ഷൻ നിങ്ങൾക്ക് വാങ്ങിച്ചിടാം. ഓക്കെ, 23,000 സ്ട്രാഡിൽ നിങ്ങൾക്ക് ഡിസംബർ ഓപ്ഷനിൽ മേടിച്ചിടാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായെന്ന് ഞാൻ നിഫ്റ്റിയെ പറ്റി പാലായുടെ ഗ്രൂപ്പിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പഴയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് ഓർമ്മയാണ്. അങ്ങനെ ഓർമ്മയുള്ളവർ ജസ്റ്റ് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എൻ്റെ താഴെ. നമ്മൾ ഇന്ന് അതിൻ്റെ ആ പോർട്ട്ഫോളിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ അതൊന്ന് വാങ്ങിച്ച് എൻ്റെ ഒബ്സ്ട്രയിൽ ഞാനത് ആഡ് ചെയ്തിട്ടിരുന്നു. ഇതായിരുന്നു അത് 23,000 സ്ട്രൈക്ക് വാങ്ങിച്ചിരുന്നു. ഞാനത് പരീക്ഷണത്തിന് വേണ്ടി ഞാനത് വാങ്ങിച്ചിട്ടതാണ്. ഓക്കെ, ആഡ് ചെയ്തതാണ്. ഇപ്പം അതിൻ്റെ പ്രോഫിറ്റ് നോക്കിക്കേ, 25,000 രൂപയാണ് അതിൻ്റെ പ്രോഫിറ്റ്. 23,000 സ്ട്രാഡിൽ നമ്മൾ മെയ് മാസത്തിൽ വാങ്ങിച്ച് ഏകദേശം ഇതിന് ഏതാണ്ട് ചിലവ് വന്നേണ്ട 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തെങ്ങാണ്ടേ ഉള്ളൂ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. 1 ലക്ഷത്തി സംതിങ് എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു ഈ 2 ഓപ്ഷൻ മേടിക്കാൻ. ഓക്കെ, അപ്പം അതിൻ്റെ 25,000 പ്രോഫിറ്റായി. ഏകദേശം നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങിച്ചത് നോക്കിക്കേ, 23,000 സി മേടിച്ചത് 1,304 രൂപയ്ക്കും 23,000 പി വാങ്ങിച്ചത് 779 രൂപയായി. അത് രണ്ടും ഉരുകി ഒരു പരുവായി. ഒരെണ്ണം 173 ഒരെണ്ണം 911, ഏകദേശം 25,000 രൂപയോളം രണ്ട് സൈഡിൽ കൂടെ ഉരുകി
കിട്ടി. ഇനിയിപ്പം കുറേ നാൾ ഈ മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുവാണെങ്കിൽ 24,000 23,000 റേഞ്ചിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കുറച്ചുകൂടെ ഉരുകും. അപ്പോൾ ഒരു ന്യായമായി ഏകദേശം നല്ലൊരു 6 മാസം കൊണ്ട് ഏകദേശം ഒരു 25,000 രൂപയായപ്പോൾ ഏകദേശം 25% നിങ്ങൾക്ക് ലാഭം ഏകദേശം കിട്ടി. 6 മാസം കൊണ്ട് 25% പറഞ്ഞാൽ ചിലരുടെ കാര്യമാണോ? ഒരു മാസം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒരു വർഷം 6% കിട്ടുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഞാൻ ഇന്ത്യയുടെ നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ അടുത്തത് നമ്മൾ നിഫ്റ്റിയിലോട്ട് വരികയാണ്. നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിലോട്ട് നമുക്ക് വരാം. നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിൽ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നു, നിങ്ങൾ ക്ഷമിക്കണം. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം പറയാതെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, എന്താണ് പറഞ്ഞത്? 23,500 കട്ട സപ്പോർട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 23,500 അതുപോലെ തന്നെ അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഓക്കെ, താഴെയൊക്കെ പോകാൻ ശ്രമിച്ചെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 23,500 മുകളിലാണ്. 23,532 നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ 23,500 ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 23,500 പൊട്ടിയാൽ 23,500 പൊട്ടി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസിങ് വന്നാൽ 23,500 തിങ്കളാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. 23,500 പൊട്ടി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഫർദർ ഡൗൺ കാണണം. ഏകദേശം 23,345 വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതിനുശേഷം പൊട്ടിയാൽ 23,100, അതും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 22,810. ഇതാണ് വീക്കിലി ബേസിസിൽ എനിക്ക് താഴോട്ടുള്ള വ്യൂ. ഇനിയും താഴോട്ട് മാത്രം പോരായല്ലോ, മുകളിലോട്ടും വേണ്ടേ? ഞാൻ വിചാരിക്കുന്നു അടുത്ത ആഴ്ച ഒരു പക്ഷെങ്കിൽ എല്ലാം അനുകൂല സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ 23,639, 23,640 കൂട്ടിക്കോ ഈ ലൈൻ. 23,640 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് വന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഡേ ക്യാൻഡിൽ 23,639 എഴുതുമായിട്ടേക്കുന്നത് 23,640 കേട്ടോ. ഞാനത് 23,640 ആക്കിയേക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി അതൊരു ഓക്കെ. 23,640, ഈ 23,640 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫർദർ മൂവ് മുകളിലോട്ട് കാണാം. അങ്ങനെ പോയാൽ നമുക്ക് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. 23,640 മുകളിൽ ക്ലോസിങ് കിട്ടി, ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫർദർ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. നമുക്ക് ഉള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഈ ലൈൻ ഗ്രീൻ ആക്കിയേക്കാം. അപ്സൈഡ് നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇതായിരിക്കും. ഇതിന് ശേഷം ഇതായിരിക്കും, ഇതായിരിക്കും നമുക്ക് അടുത്തത്. മുകളോട്ട് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഇതായിരിക്കും. ഇത് 24,540 ഇതായിരിക്കും അടുത്ത ആഴ്ചത്തെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ലൈനായിരിക്കും. ഓക്കെ, 23,988 ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 24,540. ഇച്ചിരി വലുതാണ്, 1000 പോയിൻറ്റിൻ്റെ ട്രാവലുണ്ട്. പക്ഷേങ്കിൽ മേ ബി അറിയാൻ പറ്റത്തില്ല, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതിന് താഴെ ഒരെണ്ണം കൂടെ വേണം, നമുക്ക് ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക, ഇടത്താവളം. ഇതിൻ്റെ ഹൈ ഓക്കെ. ഈ അപ്പോൾ ഇപ്പം 23,988, 24,234, 24,540 ഇത്രയും സംഭവങ്ങൾ നമുക്ക് വീക്കിലി ബേസിസിൽ നമുക്ക് നോക്കാം. അടുത്ത ആഴ്ചത്തെ ടാർഗറ്റുകളാണ്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് നിഫ്റ്റിയെ പറ്റി പറയാനുള്ള. താഴോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു, മുകളിലോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു വെയിറ്റേജ് സ്റ്റോക്കോട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതിനകത്തിൽ നമുക്ക് റിലയൻസ് വളരെ ഡൗൺ ആണ്. ഇനിയും റിലയൻസ് മേ ബി ഇവിടുന്ന് തിരിച്ച് കയറാനുള്ള സാധ്യത ഒരു പക്ഷെങ്കിൽ ഇതിൽ കൂടുതലൊന്നും താഴോട്ട് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. 1,267, അതായത് ഒറിജിനൽ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,500 രൂപ വരെ, 550 രൂപ ആയി. 2,550 രൂപ എന്ന് പറയുന്നത് ഭീകര വീഴ്ചയാണ്. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പകുതിയായത്. അപ്പോൾ ഇനി കൂടുതൽ ഫർദർ ഡൗൺ റിലയൻസ് ഇൻഡസ്ട്രി പോകുക എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ റിലയൻസ് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് മാർക്കറ്റ് കയറാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ HDFC AMC നല്ലപോലെ വീണിട്ടിരിക്കുകയാണ്.
പിന്നെ കോട്ടക് ബാങ്കും നല്ല വൃത്തിയായിട്ട് വീണു. കോട്ടക് ബാങ്കും SBIനും നല്ല വൃത്തിയായിട്ട് വീണിട്ടുണ്ട്. അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റി താഴോട്ട് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഈ ബാങ്കുകൾ ഇങ്ങനെ ഔട്ട് പെർഫോം ചെയ്യാത്തതാണ്. താഴോട്ട് മാത്രമേ ഇങ്ങനെ വീണ് പോകുന്നതുകൊണ്ടാണ്, ഇവർ ഔട്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ 1000-1500 പോയിൻ്റൊക്കെ വീഴുന്നത്. ഓക്കെ, നമ്മുടെ ചിന്ത അതല്ല. അത് ഈ പറഞ്ഞ പോലെ കോട്ടക് ബാങ്കും SBIനും ഒക്കെ നമ്മുടെ നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിനെ താഴോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ TCSും ഇൻഫോസിസും ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ്. അമേരിക്കയിലൊക്കെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒരു പെർഫോം ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പം ഇവരൊക്കെ ഒന്നിച്ച് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് പറക്കാൻ വേറെ വലിയ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞ് ഒത്തിരി നീട്ടുന്നില്ല, നമുക്ക് ഇൻട്രാഡേയിലോട്ട് വരാം. ഓക്കെ, 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതാ നോക്കിക്കൂ, ഇത് 23,559, 532 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു കട്ട സപ്പോർട്ടാണ്. നമുക്ക് ഇൻട്രാഡേ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മേജർ ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിനും ഇടയ്ക്ക് 23,500നും 23,500നും 23,569നും ഇത് നോ ട്രേഡിംഗ് സോണാണ്. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല, ഈ ഭാഗത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണം. ഇവിടുന്ന് മേലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23,640 നമ്മുടെ മുകളിലോട്ടുള്ള ടാർഗറ്റ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇതിനകത്ത് ട്രേഡ് ഇല്ല. ഇത് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ നോക്കണം. നോക്കിയാൽ മാത്രമേ നമുക്ക് മേലോട്ടോ താഴോട്ടോ നമുക്കൊരു ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ സാധനമാണ് അടുത്ത സപ്പോർട്ട്. ഇത് ഞാൻ ചുമ്മാതെ വരയ്ക്കുകയല്ല, പല കാരണങ്ങളുണ്ട് വരയ്ക്കുന്നതിന്. ഓക്കെ, അതിനുശേഷം ചെറുതാക്കി നോക്കിക്കോട്ടെ. ഇവിടെ ഇത് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇവനെ ഇത്ര. ഓക്കെ, ഇത്രയും തൽക്കാലം ഇത്രയും മതി, 24,000 വരെ. ഇനി താഴോട്ട് നോക്കിക്കഴിഞ്ഞാലോ, താഴോട്ട് നോക്കിയാൽ 23,500 താഴെ നോക്കിയാൽ അടുത്ത ടാർഗറ്റ് ഇതാണ്. പിന്നെ നമുക്ക് ഇവിടെ കാണാനുള്ളത് താഴോട്ട് വന്ന ഒരു 1 hour ക്യാൻഡിലോട്ട് മാറ്റി നോക്കാം. ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാം. അത്രയും മതി തൽക്കാലം. ഓക്കെ, അപ്പം 23,500 പൊട്ടിച്ചു കഴിഞ്ഞാൽ 23,345 നമുക്ക് ഒരു ടാർഗറ്റായിട്ട് കാണാൻ പറ്റുന്നത്. ഇത്രയും ടാർഗറ്റ് തന്നെ കിട്ടും എന്ന് വിചാരിച്ചു. അതിനുശേഷം 23,345 150 പോയിൻറ്റിൻ്റെ ഒരു ഡ്രോപ്പ് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. അതിനുശേഷം വീണ്ടും കഴിഞ്ഞാൽ 23,217, അതിനുശേഷം ഫൈനലായിട്ട് കിട്ടുവാണെങ്കിൽ 23,100 അല്ലേ. ഇതിന് താഴെ നിങ്ങൾക്കൊരു ഇടത്താവളം വേണം. ഒരു ഇടത്താവളം നമുക്ക് വേണം 23,400 നമുക്ക് വേണം പരിഗണിക്കാം. 23,400 നമുക്കിതിനെ ഒരു ഇടത്താവളമായിട്ട് പരിഗണിക്കാം. നമുക്ക് 23,400. ഓക്കെ, 23,400 നമുക്കിതിനെ പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിങ്കളാഴ്ചത്തേക്കുള്ള ഇൻട്രാഡേ ലെവലുകൾ. നമുക്ക് ഇവിടുന്ന് മേലോട്ട്, എനിക്കറിയാം വീഡിയോ നീണ്ടുപോയെന്ന്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക, പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയണ്ടേ. നിങ്ങളെല്ലാം ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക കേട്ടോ. ഓക്കെ, ഇനി താഴോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അടുത്തത് ഇങ്ങോട്ട്, ഇതും പൊട്ടിയാൽ ഇവിടുന്ന് ഇങ്ങോട്ട്, ഈ 3 മതി. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് ഇൻട്രാഡേ പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ താഴെ ഞാൻ വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് അവിടെ ലെവലുകൾ ഞാൻ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനുള്ളത് ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ തിങ്കളാഴ്ച ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. വീഡിയോ നീണ്ടുപോയി ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.